ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ ഡേ 4 ആണ് കേട്ടോ. അപ്പോൾ ഡേ 1ഉം ഡേ 2ഉം ഡേ 3 ഒക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവണം. അപ്പം സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ 4ന്റെ ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ താരനും മുടി കൊഴിച്ചിലിനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ പാക്ക് ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ നമ്മുടെ ഹെയർ പാക്ക് ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർക്കായിട്ടൊരു കാര്യം പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹെയർ കെയർ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഹെയർ കെയർ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ ഹെയർ പാക്ക് നമ്മൾ ഇതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുടി വളർത്താനൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ കൂടിയേക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇന്ന് ഡേ 4 ആണ്. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കീഴാനെല്ലിയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ കീഴാനെല്ലി. നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ ഈ സമയത്ത് കാണാൻ കഴിയും. കീഴാനെല്ലി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ഡാൻഡ്രഫ് പോകാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് വേണ്ടത്ര കീഴാനെല്ലി ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയാണ്. കറ്റാർവാഴ പറിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്, അതിൻ്റെ യെല്ലോ കളർ ഫ്ലൂയിഡ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറ്റാർവാഴ നിങ്ങൾക്ക് ഇഷ്ടം എത്രത്തോളം എടുക്കാവോ അത്രത്തോളം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പം തലേ ദിവസം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം, അതും കൂടെ നമുക്കിതിലേക്ക് വേണം. കീഴാനെല്ലിയും കറ്റാർവാഴയും കൂടി നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കീഴാനെല്ലിയും കറ്റാർവാഴയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കഞ്ഞിവെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് മാത്രം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് കഞ്ഞിവെള്ളം മാത്രം, അരയാൻ ഉള്ള അത്രയും കഞ്ഞിവെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കി കഞ്ഞിവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നാലേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാടങ്ങ് കട്ടിയല്ല, കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇട്ട് കഴിഞ്ഞ് അത് ആ കമ്പൊന്നും അങ്ങനെ നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹെയർ പാക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് തിക്കാക്കാതെ കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് നമ്മുടെ തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾ വേണ്ടവർ ഇതൊരു ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ. അതിപ്പോൾ ഏത് പാക്കാണെങ്കിലും ഹെയർ പാക്ക് ഏതാണെങ്കിലും ഞാൻ എൻ്റെ എണ്ണ തേച്ച് കൊടുത്തിട്ടേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ഞാനിവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളമാണ് കേട്ടോ കൂടുതൽ എടുത്തിരിക്കുന്നത്. ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഹെയർ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റിന് ശേഷം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. ഞാൻ ഷാമ്പു ഉപയോഗിച്ചല്ല ഞാൻ വാഷ് ചെയ്യുന്നത്, ഞാൻ നമ്മുടെ താളി ഉപയോഗിച്ചാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിലും യാതൊരുവിധ സീനും ഇല്ല, നമ്മുടെ മുടിയിൽ അങ്ങനെ സ്മെല്ലോ അങ്ങനെ ഒന്നും എടുക്കത്തില്ല. ഞാൻ താളി വെച്ചാണ് കഴുകാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ടല്ലോ. അപ്പം മുടി വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമ്മുടെ കൂടെ കൂടിയേക്കുക. അപ്പം നമ്മുടെ ഈ ഹെയർ പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡേ 1 തൊട്ടുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് കീഴാനെല്ലി, പിന്നെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. കഞ്ഞിവെള്ളമൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. എന്തായാലും ഈ ഹെയർ പാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ എന്തായാലും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.